ആള് കഅബന്റെ പുറത്തും പള്ളിയുടെ അകത്തും ആവണം. ഇപ്പൊ നമ്മള് പള്ളിയുടെ അകത്താണ് നിൽക്കുന്നത്, പള്ളിയുടെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മള് തവാഫിന് കഅബന്റെ പുറത്താവണം. ഈ കഅബന്റെ അടിയിൽ ഇതല്ല കേട്ടോ, ഇതിപ്പോ ചെറിയ അടികളാണ്, അവിടെ അയിമീൻ കാണില്ല, ആൾക്കാർ ആ നടക്കണ്ടല്ലോ. അതിന്റെ അടിഭാഗത്തിന്റെ ഒരു വെള്ള തറ ഉണ്ടാവും, അത് ചെരിച്ച് കഴിയും. ഷാദർവാനി എന്നതിന് പറയാം. എന്താ പറയാ? ഷാദർവാനി എന്നാണ് പറയാം. ആ വെള്ള തറ എന്തിൽപ്പെട്ടതാണ്? കഅബയിൽ പെട്ടതാണ്. നമ്മൾ ഈ തവാഫിന് സമയത്ത് നമ്മളെ കൈ നമ്മൾ പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇത്ര ഭാഗം കഅബയുടെ ഉള്ളിൽ പെടും. കാരണം ഈ തറയുടെ അപ്പുറത്ത് പോയി. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഈ തറയുടെ തറയെന്ന് കൂട്ടിക്കോളും. ഇവിടെ നമ്മൾ തൊട്ട് ഇതിന്റെ വിരൽ എത്ര പിന്നെ തറനപ്പുറം പോയില്ലേ? തറയാണെങ്കിൽ എന്തിൽ പെട്ടതാണേലും കഅബയിൽ പെട്ടതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അല്പം കഅബയുടെ ഉള്ളിലായില്ലേ? അങ്ങനെ നമ്മൾ തവാഫ് ചെയ്ത് നമ്മൾ തവാഫ് എന്താവൂല? സഹിയാവൂല. അപ്പൊ ഒരു കാരണവശാലും തവാഫിന് സമയത്ത് നമ്മൾ തൊടരുത്, ഒരിക്കലും തൊടരുത്. ഇനി അഥവാ തൊട്ടാൽ നമ്മളെ മനസ്സിങ്ങട്ട് അറിയാണ്ട് തൊട്ടു നോടിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരിക്കൽ തവാഫൊക്കെ കഴിഞ്ഞപ്പോൾ 4 സ്ത്രീകൾ ചിരിച്ചിങ്ങനെ വന്നിട്ട് ഉസ്താദേ ഞങ്ങൾ കഅബൊക്കെ തൊട്ടുമുത്തിയിട്ടാറും. അപ്പൊ എത്രയിലെ തൊട്ടുമുത്തിയത് വെച്ചു? 4-മത്തേലാണ്. എന്നാ വേഗം പോയി പറഞ്ഞു. കാരണം ബാക്കി 3, 4, 5, 6 ഒന്നും ശരിയായിട്ടില്ല. രണ്ടാമത് അന്നിനോട് ഒരാൾ ചോദിച്ചു, ഇപ്പൊ എന്റെ പങ്കളേറ്റ് വരും, ഓട് വെച്ചിനോട്, അല്ല ഉസ്താദ് നിങ്ങൾ 100 കിലോനാണ് എടുത്തിക്കണത്. ഏത്? നിങ്ങൾ 100 കിലോ ക്ഷമയല്ല എടുത്തിക്കണേ. കാരണം എന്തേ? മറ്റുള്ള ആജമാർക്കൊക്കെ 7 ചുറ്റിട്ട് ഭയങ്കര കുഴക്ക് കുഴങ്ങിക്കണേ. അങ്ങനെ വരെ കാത്തിരിക്കണം. വരെ 3 കാണില്ല, ഓലെ കാത്തിരിക്കണം. അപ്പോൾ അവർ ചിരിച്ചിങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു പറ 4 തൊട്ട് മുത്തിട്ടോ, എന്നാ വേഗം പോയി ബാക്കിയോടും ചെയ്യാം പപ്പ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പൊ ഒരു കലം മറ്റാദ്യമാണ് പിന്നെയും 3 ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ച് ക്ഷമ വേണ്ടേ? അപ്പൊ 100 കിലോ അല്ല എടുത്തിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ടോപ്പിന്റെ അടിയിൽ എന്ത് ചെയ്യരുത്? ഇതിമേ തൊടാൻ പാടില്ല. ഇനി അഥവാ തൊട്ടു എന്നാൽ എന്താ ചെയ്യേണ്ടത്? എവിടുന്നാണോ തൊട്ടത്, എത്രാമത്തിലാണോ തൊട്ട് നോക്കുക? 4-മത്തിലാണോ തൊട്ടത്? എന്നാൽ ഇവിടുന്നാണ് തൊട്ടെങ്കിൽ അവിടേക്ക് നമ്മൾ ചെല്ലുക. എന്നിട്ട് അല്പം ബാക്കിക്ക് നടക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി നമ്മൾ 5 മറയും പൂർത്തിയാക്കണം. തിരിഞ്ഞോ? അതേപോലെ തന്നെ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒദുവിന്റെ വിഷയം, അന്യ സ്ത്രീ പുരുഷന്മാർ തൊട്ട ഒദു മുറി അല്ലേ? നമുക്ക് നമ്മുടെ ഷാഫി മദ്ഹബ് അങ്ങനെ. ചില അമീറന്മാരും പറഞ്ഞു കൊടുക്കും എന്ത് മാറിക്കളി? മദ്ഹബ് മാറിക്കളി. എന്തോ ഒരു കുരുമാലാണത്. മദ്ഹബ് മാറി. ഹനഫി മദ്ഹബ്. അപ്പൊ ഹനഫി മദ്ഹബ് സ്ത്രീ പുരുഷന്മാരെ തൊട്ട് ഒന്നും മുറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വിഷയം കഴിഞ്ഞ വരെ ഓർക്കത്തിനെ പറ്റി അറിയണം, ആ ഹനഫി മദ്ഹബിനെ കുറിച്ച് അറിയണം. നമ്മൾ ഏതാ മദ്ഹബ്? എത്ര കാലമായി ദുനിയാ ജീവിച്ചു തുടങ്ങിയിട്ട്? 40, നിങ്ങൾ 50, 60 ആയില്ലേ? ഇത്രയും കൊല്ലം ജീവിച്ചപ്പോ കൃത്യമായി നിസ്കാരത്തെ 14 പറഞ്ഞു. ഇത്രയും കൊല്ലം ജീവിച്ചപ്പോ ഷാഫി മദ്ഹബുകാരായി നമ്മൾ ഇത്രയും കൊല്ലം ജീവിച്ചപ്പോ കൃത്യമായി 14 നിസ്കാരത്തെ പറഞ്ഞത്, നിസ്കാരത്തെ ഷർത്ത് ആർക്കറിയും? ഇതൊന്നും അറിയാത്ത നമ്മൾ 10 ഇട്ടുകൊണ്ട് ഹനഫി മദ്ഹബ് ഫുൾ എങ്ങനെ അറിയുന്നത്? അറിയോ? അപ്പൊ പിന്നെ ഇതിനൊക്കെ മാർഗം. ഷാഫിഈ മദ്ഹബിൽ തന്നെ ഇബ്നു ജുറൈജ് എന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ, മദ്ഹബിൽ തന്നെ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, വികാരത്തോടു കൂടി തൊട്ടെങ്കിലേ ഒന്നും മുറിയുള്ളൂ. മത്താഫിന്ന് ഇപ്പൊ വികാരത്തോട് ഒരു ആണുപിണെ തൊടുവോ? ഒറ്റ പടന്നപ്പത കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടാവൂല. അതിനാണ് അനുഭവിക്കുന്നത്? ഇല്ല. അപ്പൊ വികാരത്തോടു കൂടി ഉദ്ദേശത്തിലേക്ക് തൊട്ടെങ്കിലേ ഒന്നും മുറിയുള്ളൂ എന്ന് ഷാഫിഈ മദ്ഹബിൽ തന്നെ അഭിപ്രായം. ആ അഭിപ്രായം എടുത്തിട്ടാണ് നമ്മൾ അറിയുന്നത്. 5-ാം തീയതി പിന്നെ കൂടെ പോലൊക്കെ അങ്ങനെ അറിയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയുക? സ്ത്രീ പുരുഷന്മാരെ തൊട്ടാല് ഒന്നും മുറിയൂല. ഇനി അല്ലാത്തൽക്ക് ഒന്നും മുറിഞ്ഞു പിടിക്കൂടെ? അല്ലാത്തൽക്ക് ഒന്നും മുറി ഈ വഴി പോയി അങ്ങനെ ഒന്നും ഒരാൾക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ മത്താഫിന്റെ ചുറ്റുഭാഗത്ത് കൂടി തന്നെ എന്തുണ്ട്? സ്ത്രീകൾക്ക് വരെയും പുരുഷന്മാർക്ക് വരെയും ഓതു കൊടുക്കുക. ആ സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് ഓതു കൊടുക്കാം. പക്ഷേ ഈ തവാഫ് 3-മത്തേലാണ് മുറിഞ്ഞത്, അല്ലെങ്കിൽ 4-മത്തേലാണ് മുറിഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കണം എവിടുന്നാണോ മുറിഞ്ഞത് നോക്കുക, എത്രാമത്തിലാണ് മുറിഞ്ഞത് നോക്കുക. നേരത്തെ നമ്മൾ കാര്യം ചെയ്തില്ലേ? കഅബ തൊട്ടപ്പോ ചെയ്തില്ലേ? എന്നപോലെ തന്നെ ഓതു കൊടുത്ത് വന്നിട്ട് ആ സ്ഥലത്ത് വന്ന് ഒന്ന് അല്പം ബാക്കിലേക്ക് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി പൂർത്തിയാക്കുക. തിരിഞ്ഞിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇനി വേറെ ടീം, നമ്മൾ നടക്കുമ്പോ നമ്മള് ഏത് ഭാഗം എവിടേക്കാവണം? ഇടത്. അപ്പോഴാണ് കുട്ടികളെ പ്രശ്നമൊക്കെ വരുന്നത്. ഇടത് ഭാഗം കഅബയെ കൊള്ളയാവണം. അഥവാ ഇടത് ഭാഗം തെറ്റിക്കഴിഞ്ഞാൽ അത്ര നമ്മൾ ചെയ്ത തവാഫ് ഉണ്ടാവൂല, ശരിയാണ്. പിന്നെ എങ്ങനെ ആക്കിയാലും ഇവിടെ അങ്ങോട്ട് ഇതൊന്നും ചെയ്യില്ല. കാരണം ഇത് തെറ്റിയില്ലേ? ഇത് തെറ്റി, ബാത്തിലാകാൻ പാടില്ല. അത് ബാത്തിലാകാൻ പാടില്ല. ഇടത് ഭാഗം ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ തിക്കിലും തിരക്കിലൊക്കെ പെട്ട്
വല്ല കാരണവശാലും ഇടത് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മളെ പറഞ്ഞ വിഷയപ്പടി ബാധിക്കും. എന്തേ, എവിടുന്നാണോ തെറ്റിയത്, എത്രാമത്തിലാണോ തെറ്റിയത്, ആ സ്ഥലത്ത് ചെല്ലുക, ഒന്ന് അല്പം വേഗത്തിൽ നിൽക്കുക, ബാക്കി പൂർത്തിയാക്കുക. അപ്പൊ ഞാൻ ഈ 2-3 കാര്യം പറയുമ്പോൾ മനസ്സിലാക്കണം. തിരിഞ്ഞിട്ടില്ലേ? ഇതേപോലത്തെ ഒരു പ്രശ്നമുണ്ട്. കാബം തുടർന്ന വിഷയം പറയുമ്പോ ഇങ്ങനെ പോന്നപ്പോൾ എത്തിക്കഴിഞ്ഞാൽ കെട്ടുണ്ടാവും. അതിന് സ്വർണ്ണപ്പാത്തിയുടെ ചുവടെ ഇജ്റിസ്മായിൽ കെട്ടുന്നതാണ്. ആ കെട്ടുമീൻ തുടരുത്, അത് കാബയിൽ പെട്ടതാണെന്ന. ഈ ഇജ്റിസ്മായിലാണ് കെട്ട്, അതായത് ഈ ഉള്ളുഭാഗം ഉണ്ടല്ലോ, അത് എന്തിൽ പെട്ടതാണെന്ന? അത് കാബ തന്നെ ആയിരുന്നു. പിൽക്കാലത്ത് കാബ പുനരുദ്ധാരണം നടത്തുന്ന സമയത്ത് ഹലാലായ സമ്പത്ത് കൃത്യമായി ഇല്ലാതെ വന്നപ്പോ ഹലാൽ അല്ലാത്തൊരു കാശ് കൊണ്ട് കെട്ടിപ്പടിക്കരുത് മനസ്സിലാക്കിയ കുറച്ചു. അത്ര കല്ല് വെക്കണ്ടല്ലോ. അപ്പൊ അത് ഇങ്ങനെ വളച്ചു കെട്ടി. പക്ഷെ അത് ഇനി അമ്മക്ക് വലിയ ഭാഗ്യായി. എന്റെ കാരണം വലിയ വലിയ രാജാക്കന്മാരൊക്കെ കാബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കുമ്പോ നമുക്ക് അതിന് കഴിയോ? നമുക്ക് കാബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ പറ്റുമോ? അതിനൊക്കെ കൈമാറ്റം ഉണ്ടായപ്പോൾ അപ്പൊ ഞമ്മക്കും വേണ്ടേ കാബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കാം. അപ്പൊ അള്ളാഹു തആല അന്ന് കണക്കാക്കി അന്ന് ഒരു തോന്നിപ്പിച്ചാണ് ഈ ഭാഗം എന്താക്കി വിടുക, കെട്ടാണ്ട് വിടുക. അപ്പൊ അതിന് സ്വർണ്ണപ്പാത്തിയുടെ ചുവടെ തരാം. ഇവിടെ നിന്ന് നിസ്കരിക്കുന്ന ആണുങ്ങൾക്ക് ടൈമുണ്ട്, പെണ്ണുങ്ങൾക്ക് സമയമുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്നവർ അവിടെ കയറി നിസ്കരിക്കുന്നവരാണ് കാബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ ആ കെട്ടുമീൻ തുടരുത്. തവാഫിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾ തിരിഞ്ഞില്ലേ?